ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി 2 നോമ്പുതുറ വിഭവങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരേ ഫില്ലിങ് വെച്ചിട്ട് തന്നെ നമുക്ക് 2 ഡിഫറെൻറ്റ് ഐറ്റംസ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് കുറച്ച് നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബീൻസും ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ഒനിയനും, ഈ 3 ഐറ്റംസും കൂടി നല്ല നൈസായി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3 ഐറ്റംസും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി, ഒരു 3 ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചില്ലി 3 ആയിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് കേട്ടോ, നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ സോട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെക്കാനുള്ള ഫില്ലിങ് ഞാൻ കംപ്ലീറ്റ്ലി വെജിറ്റബിൾസ് ആണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസിൽ ഇപ്പോൾ ഈ ക്യാബേജും ബീൻസൊക്കെ മാറ്റിയിട്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനോ ബീഫൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഹെൽത്തി പോലത്തെ ഒരു സ്നാക്കായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഓഫ് വെജിറ്റബിൾസ് ആണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാനും സുഖമായിരിക്കും. വെജിറ്റബിൾസ് കഴിക്കാത്തവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുകയും ചെയ്യും അവർക്ക്. ഇപ്പോൾ വെജീസൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോൾ ഒരു ചെറിയ ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൊമാറ്റോ അധികം വാടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി അതിന് ശേഷം തന്നെ നമ്മൾ മാഗി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാഗിയും കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാഗി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഫുള്ളായിട്ടുള്ള നൂഡിൽസ് നൂല് പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ്ങിൻ്റെ അകത്ത് വെക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് ബൾജ് ചെയ്ത് വരും. അപ്പോൾ ഇതാവുമ്പോൾ ചെറിയ പീസസ് ആയി എടുക്കുമ്പോൾ അധികം അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ല ഫില്ലിങ് വെക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, മാഗി വേവാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം നൂഡിൽസ് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് മാഗി മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം മാഗി സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ പച്ചക്കറിയിൽ കൂടെ തന്നെ ഇട്ടിട്ട് വേവിക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി നല്ലതേ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും ഈ നൂഡിൽ. അപ്പോൾ അത് നമുക്ക് ഫില്ലിങ്ങിൽ വെക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അങ്ങോട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. മറ്റേതാവുമ്പോൾ നമ്മൾ വേറെ വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചങ്ങോട്ട് വിട്ട് നിൽക്കണ പരിവാകുമ്പോൾ അത് നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ചങ്ങോട്ട് ചാടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നല്ല സ്റ്റിക്കായിട്ട് അങ്ങോട്ട് നല്ല ഫില്ലായിട്ട് അങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് മാഗി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് കട്ട്ലേറ്റ് ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രെഡ് കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് പീസസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ബ്രെഡിൻ്റെ ഐറ്റംസ് ചെയ്യുമ്പോഴും അതിൻ്റെ അരിക് കട്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അരികും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അരിക് കട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഷേപ്പിന് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിൻ്റെ അറ്റം വശങ്ങൾ കുറച്ചും കൂടി മൊരിഞ്ഞിരിക്കണോണ്ട്, അതായത് കുറച്ചും കൂടി അങ്ങോട്ട് ബേക്കായിട്ട് ഇരിക്കണോണ്ട് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിനാണ് അത് ആദ്യം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണത്. എന്നിട്ട് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ഒരു സൈഡ് മാത്രം ഒന്ന് സാധാ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കി എടുക്കുക. അപ്പം തന്നെ മുക്കിയെടുക്കണേ, അല്ലെങ്കിൽ അത് അങ്ങോട്ട് ഉടഞ്ഞു പോകും. എന്നിട്ട് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം. എന്നുവെച്ചാൽ ഒരുപാട് എക്സസ് വെള്ളം വേണ്ട, നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ആ ബ്രെഡിൽ ഇരുന്നാൽ മതി. അതിനുശേഷം ഒരു സ്പൂൺ ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അധികം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് കുഞ്ഞി പീസാണല്ലോ, നമുക്ക് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് എല്ലാ സൈഡും കൂടി കൂട്ടി ഒട്ടിച്ച് നമുക്ക് പറ്റണ രീതിയിൽ കൈ വെച്ചൊക്കെ ഒന്ന് ഉരുട്ടി എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ പരിവാക്കിയെടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ, കാരണം ബ്രെഡ് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പ്രസ് ചെയ്യുമൊന്നും വേണ്ട, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പ്രസ് ചെയ്തങ്ങായിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആ ഷേപ്പ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ ഒരു സൈഡ് മാത്രം ഒന്ന് മുക്കി ബ്രെഡിലെ എക്സസ് വെള്ളമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മളുടെ സൈഡിലൊക്കെ ഏറ്റവും അറ്റത്തായിരിക്കും ബ്രെഡിൻ്റെ കുറച്ച് കട്ടി ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് സോഫ്റ്റാക്കി കൊടുത്തിട്ട് നടുവിൽ ഫില്ലിങ്സ് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് സൈഡൊക്കെ കൂട്ടി ഒട്ടിച്ച് നമുക്ക്
നമുക്ക് ഉരുട്ടി അങ്ങോട്ട് എടുക്കാം. ഇങ്ങനെയാണ് ബ്രെഡ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇനി അങ്ങോട്ട് ബ്രെഡ് എഗ്ഗിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി ഇത് ബ്രെഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും ഇതിന്. അപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ആ ഒരു ഒറിജിനൽ കട്ട്ലേറ്റിൻ്റെ അതേ രൂപം തന്നെ വേണമെങ്കിൽ മാത്രം ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തോളൂ. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. പക്ഷേ ഇങ്ങനെ തിന്നുമ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ കട്ട്ലേറ്റ്സ് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ്സ് ഓൾറെഡി വെന്തതായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് മറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് മറച്ചെടുത്തിട്ട് ആ ഒരു ബ്രൗൺ കളറിലേക്ക് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ ബ്രെഡ് കട്ട്ലേറ്റ്സ് ഒക്കെ ഓൾറെഡി നല്ലത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്രയും മതി. കാരണം ഉള്ളു വേവാനുള്ള ഒരു ടൈമൊന്നും വേണ്ട. പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി അധികം നേരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ മാഗി വെച്ചിട്ടുള്ള ബ്രെഡ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി. ഇനി ഇതുപോലെ തന്നെ സെയിം ഫില്ലിങ് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം കൂടി ഇതിനോടൊപ്പം ഉണ്ടാക്കുന്നുണ്ട്. സെയിം ഫില്ലിങ് തന്നെ പക്ഷേ വേറൊരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു ഡിഫറൻറ്റ് സ്നാക്കാക്കി മാറ്റും. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ. അത് വേറെ ഒന്നുമല്ല, ബ്രെഡ് പോക്കറ്റ്സ് ആണ്. സെയിം ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡ് പോക്കറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ബ്രെഡ് പോക്കറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അത് വേറൊരു മെത്തേഡിലായിരുന്നു. അപ്പോൾ ഇതും വേറൊരു ഡിഫറെൻറ്റ് മെത്തേഡിൽ സ്നാക്ക് തയ്യാറാക്കുമ്പോഴും അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ചെയ്യാറെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബ്രെഡ് പോക്കറ്റിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയാതെ, ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയാതെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ എന്ന്. എങ്ങനെ ഉണ്ടാവുന്നു ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസമില്ല. പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. പിന്നെ പെർഫെക്ഷൻ കുറച്ചും കൂടി എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഷേപ്പൊക്കെ വരണമെങ്കിൽ സൈഡ് കട്ട് ചെയ്ത് കളയാൻ തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാതെ തന്നെ വെള്ളം ഉപയോഗിച്ച് അതിൻ്റെ സൈഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കോല് വെച്ചിട്ട് ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ ചപ്പാത്തിക്കോല് വെക്കാതെ കൈ വെച്ചിട്ട് തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. രണ്ടും കുഴപ്പമൊന്നുമില്ല, ഡിഫറൻസ് ഒന്നുമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി വെള്ളം വെച്ച് സൈഡ്സ് എല്ലാതും നല്ലതുപോലെ ഒട്ടിക്കണം. പിന്നെ ഈ സൈഡ് കട്ട് ചെയ്യാത്ത ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡ് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ടാവണം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് മൈദമാവ് കലക്കിയത് വെച്ചിട്ടായാലും ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ല സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ. അപ്പോൾ സൈഡ് ഇതേപോലെ കട്ട് ചെയ്യാത്ത ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വറക്കുന്ന നേരത്ത് അത് തുറന്നു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൈഡ് കളയണത്. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊളിഞ്ഞു പോകില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ രണ്ടെണ്ണം ഇപ്പോൾ കൈവച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ നേരിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാവേ. കാരണം ഇത് വറുത്ത് കഴിഞ്ഞിട്ടാണല്ലോ ഇതിൽ ഫില്ലിങ് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ കേട്ടോ. കാരണം ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഫില്ലിങ് തയ്യാറാക്കിയിട്ട് വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. എൻ്റെ ഓൾറെഡി ഒരു ബ്രെഡിന് കുറച്ചൊന്ന് വറവൽ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ട് ബ്രെഡ് എന്തായി ഞാൻ ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവുമേ. ബ്രെഡ് ഒറ്റയ്ക്കായതുകൊണ്ടേ വേറെ ഫില്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടലും കോരലും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ് സെറ്റ് ചെയ്യാം. സെയിം ഫില്ലിങ് തന്നെ കുറച്ചുകൂടി അത് ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫില്ലിങ്ങിൽ. ഇനി നമുക്ക് ബ്രെഡ് വറുത്തത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ഡയഗണലി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടെണ്ണാക്കിയിട്ട്
2 ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ ബ്രെഡ് പോക്കറ്റിൻ്റെ സ്റ്റെപ്സ് കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡയഗണലി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വേറെ ഫില്ലിങ്സ് ഒന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയണൈസോ ഒക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും. ഇപ്പോൾ മയണൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെറിയൊരു ഷവർമയുടെ ടേസ്റ്റൊക്കെ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇതാ ഫില്ലിങ്സ് ഇതേ ഓരോന്നിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മളുടെ ബ്രെഡ് പോക്കറ്റും ഇവിടെ റെഡിയായി. അപ്പോൾ സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി സ്നാക്സ് ഒരേ ടൈമിൽ ഉണ്ടാക്കാം. ബ്രെഡ് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് സ്നാക്കും വേണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി സ്നാക്കും വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കട്ട്ലൈറ്റോ റോളോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് പോക്കറ്റോ ഒക്കെ സെയിം ഫില്ലിങ് വെച്ച് തന്നെ നമുക്ക് ഒരേ ടൈം തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഐറ്റംസും അധികമാവും, എന്നാൽ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കാൻ വേണ്ട. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം.